ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഒരു കൊത്തമരേൻ്റെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാൻ പോകുകയാണ്. അതൊരു വെജ് സ്റ്റൈലിലും നോൺ വെജ് സ്റ്റൈലിലും ഒരേ സമയം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ആവശ്യമായ സാധനങ്ങൾ: 300 ഗ്രാം കൊത്തമര, 5 അല്ലി വെള്ളുള്ളി, 1 ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂൺ ചതച്ച മുളക്. തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ശരിക്കും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോഴൊരു യൂണിഫോമിറ്റി കിട്ടുള്ളൂ, നല്ല ഭംഗിയായിരിക്കും. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇനി വേണ്ടത്, ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെള്ളുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. ഈ ഉണക്കമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിൽ സാധാ ഉള്ളി, ചെറിയ ഉള്ളി, ഈ സവോള ഒന്നും ചേർക്കുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾക്കൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വേണം നമ്മളുടെ കൊത്തമര കട്ട് ചെയ്തിട്ടെടുക്കാൻ. അങ്ങനെ ചെറുതായി കട്ട് ചെയ്ത കൊത്തമര ഇടുക. ഇങ്ങനെ കൊത്തമര ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ തീരെ വെള്ളം ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ആവി കിടന്നിട്ട് വേണം ഇത് വേവാൻ. പക്ഷെ 3 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. നമുക്ക് 1/2 മുതൽ 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഉപ്പിടുമ്പോൾ ഈ കൊത്തമരേൻ്റെ കളർ അത്ര മാറിക്കിട്ടില്ല. അതേപോലെ തന്നെ അതിൽ നിന്നൊരു വെള്ളം കൂടി വരുമ്പോൾ ഈ ആവിയിൽ കിടന്ന് വേവാൻ നല്ലതാണ്. നമ്മളിതിൽ തീരെ വെള്ളം തെളിക്കുക പോലും ചെയ്യുന്നില്ല. ഇനി ഇതിൽ നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് എല്ലായിടത്തും ഉപ്പാകുന്ന വിധത്തിൽ മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ട് വേണം ഇത് പാകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 3 മിനിറ്റ് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇനി തുറന്ന് നോക്കാം. അപ്പം നമ്മളുടെ ആ ആവി വെള്ളം കൂടി അതിലേക്ക് പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുക. അതൊരിത്തിരി കൂടുകയോ കുറയോ ചെയ്താൽ കുഴപ്പമില്ല. അത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത് വെച്ച് നിലക്കടല തരിത്തരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. കല്ലിലാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. മിക്സീൻ്റെ ജാറിലാണെങ്കിൽ പൾസിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഈ തരിതരിപ്പ് ഉണ്ടാകുമ്പോഴാണ്, ആ ക്രിസ്പിനെസ്സും കൂടി ആകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. തൊലിയൊന്നും കളയേണ്ട ആവശ്യമേ ഇല്ല. സ്റ്റവ് ഇപ്പോഴും ഓഫാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ വെജിറ്റേറിയൻസിനുള്ള നല്ലൊരു തോരൻ റെഡിയായി. ഇവിടെ നോൺ വെജുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ ഉണക്ക ചെമ്മീൻ ഇതിൽ ചേർക്കണം. അത് വറുത്തിട്ട് ഇട്ടാലും മതി, പൊരിച്ചിട്ടിട്ടാലും മതി. പക്ഷെ പൊടിച്ചിടരുത്. ആ ക്രിസ്പിനെസ് അതേമാതിരി തന്നെ നിൽക്കണം. മാക്സിമം ഇത് മിക്സ് ചെയ്യാതെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് വിളമ്പുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എത്ര സിമ്പിളായിട്ട് നമ്മൾ 3 മിനിറ്റിൽ തന്നെ ഇതെല്ലാം ഉപ്പേരി വേവിച്ചെടുത്തു. പിന്നെ ബാക്കിയുള്ള മിക്സിങ് ടൈമാണ് 2 മിനിറ്റും കൂടെ നമ്മളെടുത്തത്. ഇപ്പോൾ ഇനി നമ്മൾക്കിത് മതി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയില്ലേ? ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.